Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ 2 ദിവസം മുമ്പേ ഒരു അൺബോക്സിംഗ് ചെയ്യേണ്ടായി. ROG ഫോണിന്റെ ഒരു ഗിഫ്റ്റ് പാക്ക് കിട്ടിയെന്ന് പറഞ്ഞ ഒരു അൺബോക്സിംഗ് ചെയ്യേണ്ടായി. അപ്പോൾ അതിനകത്ത് ROGന്റെ കുറച്ച് പ്രൊഡക്ട്സ് എല്ലാം അവരുണ്ടായിരുന്നു. അതായത് ഒരു ക്യാപ്പ്, ഒരു മാസ്ക്, അങ്ങനെ കുറച്ചൊരു അട്രാക്റ്റീവായ ഒരു ഗിഫ്റ്റാണ് അന്ന് ASUS അയച്ചു തന്നത്. ആ ഗിഫ്റ്റ് ആക്ച്വലി ASUSന്റെ ഏറ്റവും പുതിയ ROG ഫോൺ 5ന്റെ ലോഞ്ചിനെ സംബന്ധിച്ച് ആക്ച്വലി മീഡിയയ്ക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റാണ്. പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ആക്ച്വൽ ROG ഫോൺ 5 ആണ്. അപ്പോൾ അതേ നമ്മുടെ കയ്യിൽ ROG ഫോൺ 5 കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. നിങ്ങൾക്ക് ഇവിടെ എഴുതിയത് കാണാം ROG ഫോൺ 5. ഞാൻ കുറച്ചുകൂടെ ക്ലോസർ ലുക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ROG ഫോൺ 5 എന്ന് എഴുതിയത് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു 5ന്റെ ലോഗോ കാണാം, പിന്നെ ROG ഫോൺ 5 എന്ന് എഴുതിയത് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ROG ഫോൺ 5ന്റെ. അപ്പോൾ ഇത് ഗെയിമേഴ്സിൻ്റെ ഒരു ആക്ച്വലി മികച്ച ഒരു സ്മാർട്ട് ഫോണാണ്. ഗെയിമേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്മാർട്ട് ഫോണിൽ ഗെയിംസ് കളിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഒരു സ്മാർട്ട് ഫോണാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇത് ASUS ROG എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഇറക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അവരെ റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സിൽ ഒരുപാട് ലാപ്ടോപ്സ് ഉണ്ട്, ഡെസ്ക്ടോപ്സ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അവർ സ്മാർട്ട് ഫോണിൽ എല്ലാ വർഷവും ഇറക്കുന്ന ഫോണാണ് ROG ഫോൺ 5. അപ്പോൾ ROG ഫോൺ 5ന്റെ ഒരു ക്വിക്കായി അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടുതലൊന്നും ഗെയിം പെർഫോമൻസോ അതിനെക്കുറിച്ചൊന്നും പറയാനുള്ള പെർമിഷൻ ഇല്ല. ആക്ച്വലി ഇപ്പോഴും ഇത് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടില്ല. ഇത് ആക്ച്വലി ഒരു മീഡിയയ്ക്ക് ഇനീഷ്യൽ ഇംപ്രഷൻസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഡിവൈസാണ്. അപ്പോൾ നമുക്ക് ക്യാമറ സാമ്പിൾസോ ഇതിൻ്റെ ഗെയിമിംഗ് കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെ വരും, ഫോൺ എങ്ങനെ ഇരിക്കും, ഫോണിൻ്റെ ഹാർഡ്വെയർ എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് പറയാം. പക്ഷേ ക്യാമറ സാമ്പിൾസോ അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റിങ്ങോ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് മാക്സിമം പറയാവുന്ന രീതിയിൽ ROG ഫോൺ 5നെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ROG ഫോൺ 5ൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ROG ഫോൺ 5ൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ROG ഫോൺ 5ൻ്റെ ബോക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആക്ച്വൽ റീറ്റെയിൽ യൂണിറ്റ് അല്ല, ഇത് ഓൾറെഡി അൺബോക്സ്ഡ് പ്രൊഡക്റ്റാണ്. കാരണം ഇത് മീഡിയയ്ക്ക് സർക്കുലേറ്റ് ചെയ്ത് വന്നതാണ്. നമുക്കിത് ഇപ്പോൾ ജസ്റ്റ് കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ ലോഞ്ചിന് ജസ്റ്റ് മുമ്പായിട്ട് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ക്വിക്കായി അൺബോക്സ് ചെയ്യാം. ROG ഫോൺ 5 എന്ന് എഴുതി കാണാം, ROGൻ്റെ ലോഗോ കാണാം. ബോക്സ് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പുതിയ ബോക്സ് അല്ല, എങ്കിലും ഇതിനകത്ത് ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്നൊക്കെ പറയാം. ഇവിടെ കണ്ടില്ല ROG ഫോൺ 5 എന്ന് എഴുതിയത് കാണാം. അപ്പോൾ ROGൻ്റെ ലോഗോ എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്വിക്കായിട്ട് അൺബോക്സ് ചെയ്യാം. അപ്പോൾ പിന്നെ ഇവിടെ ആക്ച്വലി ഒരു ഗെയിം ഉണ്ട്, പക്ഷേ ഞാൻ ആ ഗെയിമിലേക്ക് പോകുന്നില്ല. ഇത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി AR ഗെയിം എന്തുവാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഫോർ ദോസ് ഹു ഡെയർ എന്ന് പറഞ്ഞ ഒരു ചെറിയ ബോക്സ് ആണ്. ഇതിനകത്ത് എന്താ നോക്കാം. ഇതിനകത്ത് ഒരു സിം ഇജക്റ്റർ പിൻ, ഈവൻ കണ്ടില്ല സിം ഇജക്റ്റർ പിന്നിൻ്റെ ഒരു ഡിസൈൻ പോലും ROGൻ്റെ ഇൻസ്പയർഡ് ആണ്. അപ്പോൾ വളരെ സ്മോളർ തിങ്സിന് പോലും ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു ഡിസൈനാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു കേസാണ്. ഈ കേസ് ആക്ച്വലി ബോക്സിനകത്ത് വരുന്ന കേസാണ്, നമ്മൾ സെപ്പറേറ്റ് ആയി മേടിക്കേണ്ട കേസല്ല. ഇവിടെ കണ്ടില്ലേ കട്ട്, കൂളിങ്ങും അതിൻ്റെയൊക്കെ കട്ട് കാണാം. നല്ലൊരു കേസാണ്, ഹാർഡ് കേസാണ്. അപ്പോൾ ഇത് ബോക്സിനകത്ത് വരുന്ന കേസാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ROG ഫോൺ 5 ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം, എന്നിട്ട് ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിവൈസിലേക്ക് വരാം. പിന്നെ കിട്ടുന്നത് ഒരു അഡാപ്റ്ററാണ്. ഇതിനകത്ത് ആക്ച്വലി 65 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പക്ഷേ നമുക്ക് കിട്ടുന്ന ചാർജർ 30 വാട്ടേ ഉള്ളൂ. 65 വാട്ട് അത് അതായത് പവർ ഡെലിവറി ചാർജർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 65 വാട്ട്സ് ചാർജ് ചെയ്യാം. പക്ഷേ ബോക്സിനകത്ത് വരുന്നത് 30 വാട്ട് ഫാസ്റ്റ് ചാർജറേ വരുന്നുള്ളൂ. 65 വാട്ട് PD ചാർജർ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് മേടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ചാർജിങ് കേബിളാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ആക്ച്വൽ ROG ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, ഇതാണ് ROG ഫോൺ 5 റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സ് കാണാം. അപ്പോൾ നമുക്ക് ഓരോരോ ആസ്പെക്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാം ബാക്ക് ഡിസൈൻ കണ്ടില്ലേ, വളരെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഡിസൈനാണ് എന്ന് പറയാം. ഇവിടെ നമുക്ക് കുറച്ചൊരു ROGൻ്റെ ഒരു ലോഗോ കാണാം. ഇത് ആക്ച്വലി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന ലോഗോ ആണ്. ഇവിടെ ക്യാമറ ലേഔട്ട് കാണാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഡോട്ട് മാട്രിക്സ് അല്ലെങ്കിൽ ഒരു കളർ ലോഗോ നമുക്ക് ഇവിടെ ആക്ച്വലി ചെയ്യാവുന്നതാണ്. അതൊക്കെ കോൺഫിഗറേഷൻ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആർമറി ക്രിയേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഗ്ലാസ് ഫിനിഷാണ്, വളരെ നല്ല ക്വാളിറ്റി ഫിനിഷാണ്. ഇവിടെ നമുക്ക് പവർ കീയും വോളിയം കീസും കാണാം. ഇവിടെ നമുക്ക് ചാർജിങ്ങും അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇത്തവണ 3.5mm ഓഡിയോ ജാക്ക് തിരിച്ചു വരവ് നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ വേർഷന് 3.5mm ഓഡിയോ ജാക്ക് എടുത്തു കളഞ്ഞായിരുന്നു. പക്ഷേ ഇത്തവണ 3.5mm ഓഡിയോ ജാക്ക് തിരിച്ചു വരികയാണ്. അതേപോലെ തന്നെ ഇവിടെ USB Type-C പോർട്ട് കാണാം. മുകൾ ഭാഗത്ത് ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെ ഇല്ല.
പിന്നെ ഇവിടെ നമുക്ക് എയർ ട്രിഗേഴ്സ് ഉണ്ട്. ഇത് ആക്ച്വലി കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. 2+2 4+ ഒരു അഡീഷണൽ ട്രിഗറും കൂടെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ആർമറി ക്രിയേറ്റ് എന്ന ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ എയർ ട്രിഗേഴ്സ് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ക്യുക്കായ ഹാർഡ്വെയർ നോക്കാം. അപ്പോൾ ഇത്തവണ 3 ROG ഫോൺ വേർഷൻസ് ആണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ള ROG Phone 5, പിന്നെ ROG Phone 5 Pro എന്ന് പറഞ്ഞ വേർഷൻ ഉണ്ട്, പിന്നെ ROG Phone 5 Pro അൾട്ടിമേറ്റ് എഡീഷൻ ഉണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ് എഡീഷൻ ലിമിറ്റഡ് എഡീഷൻ ആണ്. പിന്നെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ബ്ലാക്ക് കളർ ഉണ്ട്, പിന്നെ ഒരു ഗ്ലോസി വൈറ്റും ഉണ്ട്. ROG Phone 5 Pro ബ്ലാക്കിൽ മാത്രമേ വരുന്നുള്ളൂ. ROG Phone 5 Pro അൾട്ടിമേറ്റ് വൈറ്റ് വേരിയൻ്റ് ആണ്. അതൊരു മാറ്റ് ഫിനിഷ് വൈറ്റ് വേരിയൻ്റ് ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് 2.84 GHz ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 888 ഒക്ടകോർ പ്രോസസ്സറാണ്. 5G എനേബിൾഡ് ചിപ്സെറ്റ് ആണ്. അതേപോലെ തന്നെ ആഡ്രീനോ 660 GPU ആണ് വരുന്നത്. Android 11 വിത്ത് ROG UI ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്റ്റ് എന്ന് പറയാവുന്നത്. ഇതിനകത്ത് വരുന്നത് 6.8 ഇഞ്ചസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. ഇത് ആക്ച്വലി സാംസങ് കസ്റ്റമൈസ് ചെയ്ത ഒരു ഡിസ്പ്ലേ ആണ്. അതായത് ROG Phone 5ലേക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു ഡിസ്പ്ലേ ആണ്. അതായത് ഒരു കസ്റ്റം ഡിസ്പ്ലേ ആണ്. സാധാരണ സാംസങ് ഇങ്ങനത്തെ കസ്റ്റം ഡിസ്പ്ലേ OEMസിന് കൊടുക്കാറില്ല. പക്ഷേ ROGയും അതായത് ASUSും സാംസങ്ങും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിൽ ഇറക്കിയ ഒരു ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് 111% DCI P3 കളർ ഗാമറ്റ് ആണ്. sRGB ആണെങ്കിൽ 150.89 sRGB ആണ് വരുന്നത്. അതേപോലെ ബ്രൈറ്റ്നസ് ലെവൽസ് ആണെങ്കിൽ 800 nits ഓഫ് ബ്രൈറ്റ്നസ് ലെവൽസ് ആണ്, ഓർ ഇറ്റ് ക്യാൻ ഗോ അപ് ടു 1200 nits ആണ് പറയുന്നത്. പിന്നെ ഗോറില്ല ഗ്ലാസ് സപ്പോർട്ട് ഉണ്ട്. അതേപോലെ തന്നെ ഗോറില്ല ഗ്ലാസ് ആക്ച്വലി ഇതാണ് വരുന്നത്, വിക്ടസ് എന്ന് പറഞ്ഞാൽ ഗോറില്ല ഗ്ലാസ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. അത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. പിന്നെ ബാക്ക് പാനലിൽ ഗോറില്ല ഗ്ലാസ് 5 ആണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ രണ്ടും തന്നെ പ്രൊട്ടക്റ്റഡ് ആണ്. അതേപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും മികച്ച ഒരു ഹാർഡ്വെയറും ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 144 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. കണ്ടില്ലേ, വളരെ സ്മൂത്തായ ഒരു റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുന്നത് ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്തായിട്ട് നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇതിൻ്റെ കളേഴ്സ് എല്ലാം വളരെ വൈബ്രൻ്റ് ആണ്, നല്ല ഒരു ബ്രൈറ്റ്നസ് ലെവൽസും എല്ലാം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഡിസ്പ്ലേ ടോപ്പ് ഓഫ് ദ ലൈൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. പ്രത്യേകിച്ച് 111% DCI P3 കളർ ഗാമറ്റൊക്കെ വളരെ റെയറായി കാണുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ 3 വേരിയൻ്റ് ആണ് വരുന്നത്. 8 GB ഓഫ് റാമും 128 GB ഓഫ് സ്റ്റോറേജും 12 GB ഓഫ് റാമും 256 GB ഓഫ് സ്റ്റോറേജുമാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. പിന്നെ പ്രോ വേരിയൻറ്റിൽ 16 GB ഓഫ് റാമും 512 GB ഓഫ് സ്റ്റോറേജുമാണ് വരുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ വരുന്നത് 18 GB ഓഫ് റാം, അതെ 18 GB ഓഫ് റാമും 512 GB ഓഫ് സ്റ്റോറേജുമാണ് വരുന്നത്. എല്ലാ വേരിയൻറ്റിലും LPDDR5 റാമാണ്, UFS 3.1 സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും മികച്ച ഒരു പെർഫോമൻസിനായിട്ടുള്ള ഒരു കോൺഫിഗറേഷനാണ് ASUSൻ്റെ ROG Phone 5ൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ SD കാർഡ് സപ്പോർട്ടില്ല, പക്ഷേ ഇതിനകത്ത് നമുക്ക് 128 GB സ്റ്റോറേജും 256 GB സ്റ്റോറേജും 512 GB സ്റ്റോറേജും വരുന്ന കാരണം പിന്നെ SD കാർഡിൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് വരുന്നത് നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ സൈഡിൽ എയർ ട്രിഗേഴ്സ് എല്ലാം കോൺഫിഗർ ചെയ്യാൻ നേരത്തെ പറഞ്ഞു. ഇനി നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം സിം ട്രേ. കണ്ടില്ലേ, വളരെ ഒരു നല്ല രീതിയിലാണ് സിം ട്രേ കൊടുത്തിരിക്കുന്നത്. ഒരു കളർഫുൾ സിം ട്രേ പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, നല്ല ഡിസൈൻ ആസ്പെക്റ്റിൽ ഏറ്റവും മികച്ച ഒരു ക്വാളിറ്റി ആണ് ഇവിടെ ASUS കാഴ്ചവെക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ആസ്പെക്ട്സിലേക്ക് പോകാം. ഇനി നമുക്ക് ക്യാമറേൻ്റെ കാര്യം നോക്കാം. ഇതിൽ വരുന്നത് ഒരു 64 MP സോണി IMX 686 സെൻസറാണ് വരുന്നത്. അത് സോണീൻ്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സർ സെൻസറാണ്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു 13 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഒരു 5 MP മാക്രോ സെൻസറാണ് വരുന്നത്. അങ്ങനെ 3 ക്യാമറാസ് കാണാം. അപ്പോൾ ഇതാണ് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്. സെൽഫി ക്യാമറ 24 MP സെൽഫി ക്യാമറയാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിലെ ഈ ലൈറ്റ്, ഇത് ആക്ച്വലി ബേസ് വേരിയൻറ്റിൽ RGB ലൈറ്റാണ്, ROGൻ്റെ RGB ലൈറ്റാണ്. പ്രോ വേരിയൻറ്റിൽ ഇത് കളർ PMOLED ഡിസ്പ്ലേ, ഇവിടെ ഒരു ചെറിയൊരു ഡിസ്പ്ലേയും കൂടെ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ഇത് മോണോക്രോം PMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ROG വിഷൻ ലോഗോ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മുടെ വേരിയൻറ്റ് ബേസ് വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കളർ ഡിസ്പ്ലേ ഇല്ല, ഇതിനകത്തൊരു ലോഗോ മാത്രമേ ഉള്ളൂ. RGB ലൈറ്റിംഗ് ആണ് വരുന്നത്. പിന്നെ ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ 4K 8K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ടഡ് ആണ്. പിന്നെ സ്പീക്കറുടെ കാര്യത്തിൽ ഡുവൽ 7 മാഗ്നറ്റ് ലീനിയർ സ്പീക്കറാണ് വരുന്നത്. വളരെ പവർഫുൾ സൗണ്ട് സപ്പോർട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ നല്ലൊരു മികച്ച ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഇവിടുന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്.
പിന്നെ ബാറ്ററീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് 6000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. 3000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ ഡുവൽ ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ചാർജിങ്ങിൻ്റെ സ്പീഡും നല്ലതായിരിക്കും, പെർഫോമൻസിൻ്റെ കാര്യത്തിലും വളരെ മികച്ചതായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് വേറെ പറയാവുന്നത്. ഡുവൽ ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 3000 mAhൻ്റെ 2 ബാറ്ററി. പിന്നെ 65 watt ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് 30 watt ബൈ ഡിഫോൾട്ട് ചാർജ് ചെയ്യാം. ഡുവൽ സിം, ഡുവൽ വോൾട്ടി അല്ലെങ്കിൽ 5G സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് എടുത്ത് പറയാവുന്നത് NFC ഉണ്ട്. ബാറ്ററീൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഡുവൽ ഇതാണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 238 grams ആണ്. പിന്നെ ഇതിനകത്ത് കുറേ ആക്സസറീസ് ഉണ്ട്. ഒരു ആക്സസറി നമുക്ക് തന്നിട്ടുണ്ട്, എയറോ ആക്റ്റീവ് കൂളർ 5 എന്ന് പറയുന്നത്. അത് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇരിക്കണം. അതിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് ബേസിക് ആസ്പെക്ട്സ് പറയുന്നത്. നമുക്ക് സോഫ്റ്റ്വെയർ നോക്കാം. അപ്പോൾ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, ഇതാണ് സെറ്റിങ്സ്. ഇത് ROG UI ആണ്. അപ്പോൾ നമുക്ക് എബൌട്ട് ഫോൺ ഒന്ന് എടുക്കാം. സിസ്റ്റം എബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ROG Phone 5 Android 11 ആണ് വരുന്നത്. ഇത് ആക്ച്വലി പാച്ച് എന്ന് പറഞ്ഞാൽ January 2021 ആണ് പാച്ച് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആസ്പെക്ട്സ് പറയുന്നത്. പിന്നെ നമുക്ക് ROG UIയിൽ കണ്ടില്ല അഡ്വാൻസ്ഡ് ഓപ്ഷൻ, ജെസ്റ്റേഴ്സ്, ട്വിൻ ആപ്സ്, ഗെയിം ജീനി, ഓപ്റ്റിഫ്ലെക്സ്, എയർ ട്രിഗേഴ്സ് നമുക്ക് എനേബിൾ ചെയ്യാം. എയർ ട്രിഗേഴ്സ് ഉണ്ടല്ലേ, ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് സ്ക്വീസ്, ലോങ് സ്ക്വീസ്, എക്സ് മോഡ്, അങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എയർ ട്രിഗേഴ്സ് ഉണ്ട്. ഇവിടെയാണ് എയർ ട്രിഗേഴ്സ് ഉള്ളത്. നമുക്ക് സ്ക്വീസ്, ലോങ് സ്ക്വീസ്, എക്സ് മോഡ് നമുക്ക് വരുത്താവുന്നതാണ്. ഇവിടെ കണ്ടില്ലേ, എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ജസ്റ്റ് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മോഡിക്ക് പോകും. പിന്നെ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ എക്സ് മോഡിക്ക് പോയി. അപ്പോൾ അല്ലാത്ത വശം നോർമൽ മോഡിക്ക് വരും. അപ്പോൾ അങ്ങനത്തെ നമുക്ക് ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഡിസ്പ്ലേൻ്റെ റിഫ്രഷ് റേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതുണ്ടല്ലേ, എക്സ് മോഡ് നമുക്ക് അല്ലാണ്ടും ചെയ്യാവുന്നതാണ്. എക്സ് മോഡ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് പെർഫോമൻസ് മോഡ് കൂടിയാണ് വരുന്നത്. പിന്നെ സ്ക്വീസ് ചെയ്യേണ്ട ഫോഴ്സ് വരെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഇവിടെ കാണാം. നമുക്ക് വേണ്ടില്ല, എക്സ് മോഡിലാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഡിഫറെൻറ്റ് ഗ്രാഫിക്സ് ആണ് വരുന്നത്. റെഡ് കളറാണ് നമുക്ക് ഐക്കൺസിനെല്ലാം വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ റിഫ്രഷ് റേറ്റും കൂടെ ഒന്ന് കാണിച്ചു തരാം. റിഫ്രഷ് റേറ്റ് ഇതിനകത്ത് റിഫ്രഷ് റേറ്റ് ഇവിടെ കാണാം. അപ്പോൾ എക്സ് മോഡിൽ 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. നമുക്ക് നോർമൽ മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നോർമൽ മോഡാക്കി കാണിച്ചു തരാം. ഇവിടെ നമുക്ക് 144 Hz വരെ പോകാം. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. 120, 60 ഈ 3 ഓപ്ഷൻസ് ആണ്. അല്ലെങ്കിൽ ഓട്ടോ റിഫ്രഷ് റേറ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്. വീട്ടിൽ വളരെ സ്മൂത്തായ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ലോ ലൈറ്റ് DC ഡിമ്മിങ് അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇതിൻ്റെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറിൻ്റെ ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയർ ആണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ROGൻ്റെ ഒരു ആപ്പ് ഉണ്ട്, അതും കൂടെ നോക്കാം. ആർമറി ക്രിയേറ്റ് എന്ന ആപ്പിൻ്റെ പേര്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ നമുക്കിവിടെ ഇതുണ്ടല്ലേ, കുറേ മോഡ്സ് കാണാം. നമുക്ക് ആക്ച്വലി ഇവിടെ മോഡ് കാണാം. നമ്മളിത് ROG ഫോൺ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് അറിയാവുന്നതാണ്. അപ്പോൾ ROGൻ്റെ ലാപ്ടോപ്പ് എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. എക്സ് മോഡ് കാണാം. ഇവിടെ കണ്ടില്ലേ, നിങ്ങൾക്ക് ഹൈ പെർഫോമൻസ് ഫോർ ഗെയിമിംഗ്, ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ഹൈപ്പർ ഫ്യൂഷൻ, ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ഡ്യുവൽ ബാൻഡ് വൈഫൈ, ഫോഴ്സ് റെസ്ട്രിക്ഷൻ ടു ബാക്ക്ഗ്രൗണ്ട് സിങ്, അങ്ങനെ ഓപ്ഷൻസ് കാണാം. സിസ്റ്റം ലൈറ്റിംഗ് കാണാം, ലൈറ്റ് സിങ്ക്രണൈസേഷൻ, അങ്ങനെ ഓപ്ഷൻസ് എല്ലാം കാണാം നമുക്കിവിടെ. പിന്നെ ഇവിടെ ഇത് കണ്ടില്ലേ, ലൈറ്റ് കണ്ടില്ലേ ഉണ്ടല്ലേ, ROGൻ്റെ ലോഗോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോഗോ നമുക്ക് ആക്ച്വലി കാണാൻ സാധിക്കും. പല കളേഴ്സിൽ ചേഞ്ച് ആവുന്നത്, കസ്റ്റം കളേഴ്സ് ഇങ്ങനെ കാണാം. ഇത് ROG ലോഗോ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല ലാപ്ടോപ്പിലെ പോലെ. പക്ഷേ ഇവിടെ ROGൻ്റെ ലോഗോ ആണ് വരുന്നത്. കളർ കണ്ടില്ലേ, വളരെ സിങ്ക്രണൈസ് ചെയ്യാവുന്നത്. നമുക്ക് മ്യൂസിക്കും ഒക്കെ മാറ്റി മ്യൂസിക്കിനനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ബൂട്ടപ്പിൽ അത് കാണിക്കും. അങ്ങനെ ലൈറ്റിംഗ് ആക്ച്വലി നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാവുന്ന ഓപ്ഷനാണ്. എഡ്ജ് ലൈറ്റിങ്ങും ലൈറ്റിംഗ് എന്താ പറയുക, ROG ലോഗോ ലൈറ്റിംഗ് നമുക്കിവിടെ കോൺഫിഗർ ചെയ്യാവുന്നതാണ്. ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതൊന്നും ആക്ച്വലി ഒരു അൺബോക്സിങ് വീഡിയോയിൽ കാണിക്കാവുന്നതിലും അപ്പുറമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ ഡൈനാമിക് മോഡ് ഉണ്ട്. അവിടെയും നമുക്ക് സിസ്റ്റം ലൈറ്റിങ്ങും ലൈറ്റ് സിങ്ക്രണൈസേഷൻ ഓപ്ഷൻ കാണാം. പെർഫോമൻസ് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. പിന്നെ എക്സ്ട്രീം പവർ സേവിങ് മോഡ്. അപ്പോൾ നമുക്ക് പവറിനെ, അതായത് ബാറ്ററി സേവിങ് ആണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അത്രയ്ക്കൊരു പെർഫോമൻസ് കിട്ടില്ല, പക്ഷേ ബാറ്ററി സേവിങ് ആണ്. പിന്നെ അഡ്വാൻസ് മോഡ് നമുക്കിവിടെ കാണാം. എല്ലാത്തിലും തന്നെ നമുക്കിവിടെ ഇത് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഫാൻ കണ്ടില്ലേ, ഡിസേബിൾ ഫാൻ സ്പീഡ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഗെയിം ജീനി, എയർ ട്രിഗേഴ്സ് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് എയർ ട്രിഗേഴ്സ്. ഇവിടെ നമുക്ക് ഇടില്ലേ, ഇതാണ് എയർ ട്രിഗേഴ്സ്. അപ്പോൾ എയർ ട്രിഗേഴ്സ് നമുക്കിവിടെ ഉണ്ടല്ലേ, ഇതാണ് എയർ ട്രിഗേഴ്സിൻ്റെ സെറ്റിങ്സ്. നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാം എങ്ങനെ വേണം നമുക്ക്. അത് എക്സാമ്പിൾ അത് ഓരോ ഗെയിം ടു ഗെയിം ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കളിക്കുന്ന ഗെയിം ചെയ്താൽ അതിനനുസരിച്ച് നമുക്ക് കോൺഫിഗർ ചെയ്യാം. അപ്പോൾ ഇത്രയും മോഡ്സാണ് വരുന്നത്. അപ്പോൾ വളരെ ഒരു കസ്റ്റമൈസ് ചെയ്യാവുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത്.
പിന്നെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അങ്ങനെ തന്നെ നമുക്കിവിടെ ഗെയിമിങ്ങിന് മികച്ചതായ ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് ഈ ആർമറി ക്രിയേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. പിന്നെ നമുക്ക് ക്യാമറ ഒന്ന് ജസ്റ്റ് നോക്കാം. ക്യാമറ സാമ്പിൾസ് നമുക്ക് കാണിക്കാൻ പാടില്ല, പക്ഷേ എങ്കിലും ഇവിടെ പ്രോ മോഡ് ഉണ്ട്. പ്രോ വീഡിയോ ഫോട്ടോഗ്രാഫി, പോർട്രേറ്റ്, HDR മോഡ്, അങ്ങനെ എല്ലാ മോഡ്സും ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. സ്ലോ മോഷൻ, നൈറ്റ് മോഡ്, മാക്രോ, വീഡിയോ റെക്കോർഡിങ്ങിലാണ് 8K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ടഡ് ആണ്. അതേപോലെ തന്നെ 4K സപ്പോർട്ടഡ് ആണ്. വളരെ മികച്ച ഒരു ക്യാമറ എക്സ്പീരിയൻസും കൂടി ASUS നൽകുന്നുണ്ടെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗെയിമിംഗ് ആസ്പെക്റ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യമോ പിന്നീട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ ഞാൻ ഇത്രയും തന്നെ ഡീറ്റെയിൽഡായി പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നത്. അപ്പോൾ ഓവറോൾ ഒരു ഗെയിമിംഗ് സെൻട്രിക് സ്മാർട്ട് ഫോൺ. ഇത് ആക്ച്വലി നമ്മൾ പറയുക ഇത് ഗെയിമിങ്ങിന് മാത്രം ഉള്ള ഒരു ഫോണായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. കാരണം ഇതൊരു പ്രീമിയം എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ എല്ലാ കാര്യത്തിലും പറയാം, ക്യാമറേൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആണെങ്കിലും അതേപോലെ തന്നെ ഗ്ലാസ് ക്വാളിറ്റി ആണെങ്കിലും പ്രോസസ്സർ ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും പെർഫോമൻസും ബാറ്ററി എല്ലാത്തിൻ്റെ കാര്യത്തിലും ASUS ടോപ്പ് ഓഫ് ദി ലൈൻ ഹാർഡ്വെയർ ആണ് ഇതിൽ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വെറും ഒരു ഗെയിമിംഗ് ഫോണല്ല. അപ്പോൾ ക്യാമറ എടുക്കുകയാണെങ്കിൽ സോണീൻ്റെ IMX686 64 MP സെൻസർ കൊടുത്തിട്ടുണ്ട്. നല്ല ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. സൂപ്പർബ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. സോഫ്റ്റ്വെയർ ആണെങ്കിൽ Android 11 ആണ്. അതേപോലെ തന്നെ ROG UI വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ ഇതൊരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫോണും കൂടിയാണ്. പ്രത്യേകിച്ച് ഗെയിമേഴ്സിന് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് കൂടിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ലോഗോയും വരുന്നുണ്ട്. അതേപോലെ നല്ലൊരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് എല്ലാം തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ASUS നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഗെയിമിംഗ് ഫോൺ മാത്രമല്ല, മറിച്ച് ഇതെല്ലാം കൊണ്ടും തന്നെ നമുക്കൊരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് വരുന്ന ഒരു ഫോണാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്ന് വേറൊരു ആക്സസറിയാണ് എയറോ ആക്റ്റീവ് കൂളർ. അപ്പോൾ അത് ആക്ച്വലി ഫോൺ കൂൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ആക്സസറിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതാണ് ആക്സസറി. ഇതൊന്ന് ക്വിക്കായിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതാണ് എയറോ ആക്റ്റീവ് കൂളർ. അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി ഇവിടെ എയറോ ആക്റ്റീവ് കൂളറിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയാം. ഇവിടെ നമുക്കൊരു സ്റ്റാൻഡ് പോലെ ഉണ്ട്. ആക്ച്വലി ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡ് പോലെ വെക്കാം. ഇങ്ങനെ ഉണ്ടല്ലേ എയറോ ആക്റ്റീവ് കൂളർ, ഇങ്ങനെ നമുക്ക് വെക്കാവുന്നതാണ്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് വേറെ 2 ഓപ്ഷൻസ് കൂടി ഉണ്ട്. ഇവിടെ 2 ബട്ടൺസ് ഉണ്ടോ. ഇതും ആക്ച്വലി കോൺഫിഗറബിൾ ബട്ടൺസ് ആണ്. ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള 2 ബട്ടൺസ് ആണ് കോൺഫിഗർ ചെയ്യാവുന്നത്. നമ്മളിവിടെ എയർ ട്രിഗേഴ്സിനൊപ്പം തന്നെ നമുക്കിവിടെ ഇങ്ങനെ ഉണ്ടല്ലേ ഇങ്ങനെ വെച്ചിട്ട് ഈ ഓപ്ഷൻ വെച്ച് നമുക്ക് അഡീഷണൽ ട്രിഗേഴ്സും കൂടെ കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കൂളർ തുറന്ന്, ഇപ്പോൾ ആക്ച്വലി ഇത് കൂളർ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ ലോഗോ ലൈറ്റ് അപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു ലോഗോ ഉണ്ട്. ആക്ച്വലി ഇതുണ്ടല്ലേ വളരെ കളർഫുള്ളായ ലോഗോ ആണ്. ഇവിടെ ഇതാണ് ആക്ച്വലി കൂളർ. ഇവിടെ നമുക്ക് കൈ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റ് കാണാൻ സാധിക്കും. കാറ്റ് വരുന്നത് നമുക്ക് മനസ്സിലാവും. ആക്ച്വലി കൂളർ വർക്കിംഗ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അഡീഷണൽ ട്രിഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഹെവി ഗെയിമിങ് കളിക്കുമ്പോൾ നമുക്ക് ഈ കൂളേഴ്സ് വെച്ച് ആക്ച്വലി നമ്മുടെ ഫോൺ കുറച്ചും കൂടെ കൂൾ ചെയ്യാവുന്ന ഓപ്ഷനാണ്. ഇവിടെ നമുക്കൊരു 3.5 ഓഡിയോ പോർട്ടും അതേപോലെ ഇവിടെ USB Type-C പോർട്ടും ഉണ്ട്. അപ്പോൾ ഇത് കൂളർ വെക്കുമ്പോൾ തന്നെ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ചാർജും ചെയ്യാം. അതേപോലെ തന്നെ ഇയർഫോൺ യൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കൂളറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് എയറോ ആക്റ്റീവ് കൂളർ എന്നതിൻ്റെ പേര്. ഇതിൻ്റെ പ്രൈസിംഗ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. പ്രൈസിങ് ഡിവൈസിൻ്റെ കൂടെ തന്നെയാവും അനൗൺസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ROG Phone 5ൻ്റെ ഒരു അൺബോക്സിങ്ങും ഒരു ഡീറ്റെയിൽ ആസ്പെക്ട്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇതിൽ ഞാൻ വല്ലതും വിട്ടുപോയിട്ടോ എനിക്കറിയില്ല. കാരണം അത്രയധികം ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് ഇപ്പോൾ ആക്ച്വലി തന്നൊരു ഡെമോ യൂണിറ്റാണ്. ഇത് ആക്ച്വൽ ഫൈനൽ വേർഷൻ അല്ല. ഫൈനൽ വേർഷൻ അവർ ലോഞ്ച് കഴിഞ്ഞിട്ട് അയച്ചു തരും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയ ഗെയിമിങ്ങും എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻസ് മാത്രമേ ഉള്ളൂ. ഒരു അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷൻസും മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ ക്യാമറ പോലും കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ക്യാമറ സാമ്പിൾസ് പോലും കാണിക്കാൻ പറ്റില്ല എന്നാണ് ASUS പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആണ് ROG Phone 5ൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അതേപോലെ തന്നെ ഈ കൂളറും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഒരു ആക്സസറി. വേറെയും കുറേ ആക്സസറീസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വീഡിയോ വേറെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. ROG Phone 5ൻ്റെ ഡീറ്റെയിൽഡ് ആയ വീഡിയോസ് നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. Have a great day.